വേദനയുണ്ടാക്കുന്ന ഒരു വിവരത്തിലേക്കാണ്. ചലച്ചിത്ര താരം സലിം കുമാർ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് കൊച്ചിയിൽ നിന്നും വരുന്നത്. 56 വയസ്സായിരുന്നു. ഇപ്പോൾ ഇതാ ചിരി ബാക്കിയാക്കി സലിം കുമാർ മടങ്ങിയിരിക്കുന്നു എന്നുള്ള അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് വരുന്നത്. ഇന്ന് രാവിലെയാണ് സലിം കുമാറിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാഷ്വാലിറ്റിയിൽ എത്തിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഹൃദയ സ്തംഭനം ഉണ്ടാകുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അങ്ങനെയാണ് രാവിലെ തന്നെ അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഡയാലിസിസ് അടക്കമുള്ള ചികിത്സകൾ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഈ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് സലിം കുമാർ. പ്രത്യേകിച്ച് എറണാകുളത്ത് പറവൂരിൽ ജനിച്ച് എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ച് അവിടെ നിന്ന് മിമിക്രി രംഗത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന് മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ MG യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവങ്ങളിലൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട താരമായി മാറിയ ആളാണ് സലിം കുമാർ. പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു മിമിക്രി ട്രൂപ്പ് തന്നെ നടത്തി. മിമിക്രി രംഗത്ത് വളരെ സജീവമായിരുന്നു. അതിനിടയിൽ അദ്ദേഹം സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചയാളാണ് സലിം കുമാർ. സലിം കുമാർ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ എത്തുന്നത് മുഖ്യമന്ത്രി VD സതീശന് പറവൂരിന്റെ ആദരം നൽകിയ സമയത്താണ്. അവിടെ സലിം കുമാർ എത്തുകയും മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു സലിം കുമാറിന്റെ അവസാനത്തെ ഒരു പൊതുപരിപാടിയായിട്ടുള്ളത്. തന്റെ രാഷ്ട്രീയം ശക്തമായി തുറന്നു പറയുകയും അതിനുവേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളയാളാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഒരു വലിയ കാലഘട്ടത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ദേശീയ പുരസ്കാരമടക്കം നേടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സലിം കുമാർ. അങ്ങനെ ഒരു മിമിക്രി രംഗത്ത് നിന്ന് കടന്നു വന്ന് മലയാള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ആദ്യം ഈ ചിരിപ്പിക്കുന്ന വേഷങ്ങളിലൂടെ വന്ന് മലയാളത്തിലെ ഒരു മികച്ച നടനായി, രാജ്യത്തെ തന്നെ മികച്ച നടനായി മാറിയ ഒരാളാണ് സലിം കുമാർ എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു സലിം കുമാറിന്റെ അന്ത്യം.